ഹായ് അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ്. അപ്പോൾ നല്ല റെസിപ്പീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എനിക്ക് കണ്ടോക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൈകുന്നേരത്തിന് ഒരു സ്പെഷ്യൽ ചപ്പാത്തി റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഒരു കപ്പ് മൈദ, കറക്റ്റായിട്ട് മൈദ കൂടി നമുക്ക് ഇതിലേക്ക് എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു സോഫ്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ടീസ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് വാട്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതേ കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളം ഞാനൊന്ന് എന്താ പറയുക തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിൽ വാട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊറോട്ട പോലത്തെ ഒരു ചപ്പാത്തിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം വെറുതെ കഴിക്കാനും സൂപ്പറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് കിട്ടട്ടെ. ഇനിയിപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു പൊടി ഉണ്ടല്ലോ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പൊടി അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ. ആ വെള്ളം ഈ പൊടിയും നന്നായിട്ടൊന്ന് വേവായിട്ട് കിട്ടണം ആ വെള്ളത്തിൽ കിടന്നിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഈ പൊടിയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേവായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിനെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മളിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചെറിയ ചൂടോടെ തന്നെ, ചെറിയ ചൂടല്ല അത്യാവശ്യം ചൂടുണ്ട്, ഡയറക്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ കയ്യിൽ വെള്ളമോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പം ഞാൻ പൊടി വാട്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈമ്മലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ കയ്യിൽ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് ഒരു മാവിൽ വെള്ളം കൂടി പോകാണ്ട് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെളിച്ചെണ്ണ തന്നെ ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് അതുപോലെ റെഡിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഇത് കുഴച്ചെടുത്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു മാവ് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു മാവൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേലും ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പം മേലെ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു കോക്കനട്ട് മിൽക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം വരെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ തേങ്ങക്കൊന്ന് ചെറുകിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പരത്തിയിട്ട് എടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ബോൾസുകളാക്കിയിട്ടൊന്ന് എടുക്കണം ഇത്.
അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബോൾസുകളാക്കിയിട്ടാണ് എടുക്കുന്നത്. പറ്റി ചെറുതാക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഒരു വലുപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ഞാൻ ഈ ഒരു നമ്മൾ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചില്ല, ആ ഒരു ബൗളിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോട് വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പറയാം ഞാനത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ പത്തിരി പ്രസ്സില്ലേ, അതിന് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ്, കുറച്ചധികം കട്ടിയിൽ തന്നെ ഞാൻ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് മൈദയും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ പത്തിരി പ്രസ്സിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു പത്തിരി എടുത്തിട്ട് ഇതുപോലെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ എത്രമാത്രം തിന്നായിട്ട് വേണം നിങ്ങൾക്ക് പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയിട്ടെടുക്കുക. അപ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ഒന്ന് ആക്കി കൊടുത്തിട്ട് പരത്തിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ വേറൊരാളുടെ കയ്യിൽ കൊടുക്കരുത് കേട്ടോ. വേറൊരാളുടെ കയ്യിൽ കൊടുക്കുക എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടാവില്ലേ, അത് ആരായിക്കൊള്ളട്ടെ, ആരെങ്കിലും ഒരാൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പം അത് നമ്മളാണ് കേട്ടോ ഏറ്റവും നമ്മുടെ ലൈഫിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മളെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരത്തിയത് ശരിയായി കിട്ടില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഭംഗിയിലും ഓർഡറിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പൊടി ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിയും ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്നായിരിക്കണം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെ ലൈഫിലും വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെക്കാളും കൂടുതലായിട്ട് വേറൊരാളെ സ്നേഹിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഓരോരുത്തരുടെ ലൈഫിലുണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ഒന്ന് വിളിക്കാണ്ടിരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നമ്മോടൊന്ന് ചൂടാവുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും കേട്ടോ, നല്ല വിഷമങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെക്കാളും കൂടുതലായിട്ട് ആ ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കണ്ട, നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതൊരാളെയും നമ്മളെക്കാളും കൂടുതലായിട്ട് സ്നേഹിച്ച് ഓവറാക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നമുക്ക് സ്നേഹിക്കണം, നമുക്ക് വേണ്ടപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കണം, അവർ നമ്മുടെ ലൈഫിൽ അത്യാവശ്യമാണ് എന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മൾ നമ്മളെക്കാളും കൂടുതലായിട്ട് വേറൊരാളെ സ്നേഹിക്കുമ്പോൾ അത് ആരായിക്കൊള്ളട്ടെ, നമ്മൾ ഹസ്ബൻഡ് ആവട്ടെ, കുട്ടികളാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, ആരായിക്കൊള്ളട്ടെ, അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു കാര്യം നമുക്ക് വല്ലാതെ ടെൻഷനായിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാണ്ട് എന്താ പറയുക, വല്ലാണ്ടായിപ്പോവും, വല്ലാണ്ട് ഡെസ്പായി പോവും. പിന്നെ അത് മാത്രമല്ല നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും കേട്ടോ, ഭയങ്കര പാടുപെടേണ്ടി വരും. അപ്പോൾ ടെൻഷനായിട്ടും വിഷമമായിട്ടും ഒക്കെ ജീവിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ നമ്മളെ തന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം, നമുക്ക് ആയിരിക്കണം കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളെക്കാളും കൂടുതലായിട്ട് ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ വരും.
അപ്പോൾ നമ്മൾ വല്ലാണ്ട് ക്ഷീണിക്കും. നമ്മളെ എന്താ പറയുക, ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ടു പോവും. നമുക്ക് ആയുസ്സ് കുറഞ്ഞു വരും. കാരണം നമ്മൾ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആ ഒരു സമയത്താണ് നമുക്ക് മുന്നോട്ട് ഒരുപാട് കാലം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്കൊന്ന് പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഈ ഒരു ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനതാ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാന് നമ്മൾ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായ സമയത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്ടോ. അപ്പോൾ എന്നെങ്കിൽ മാത്രമാണ് ഈ ഒരു ചപ്പാത്തി നമുക്ക് പൊള്ളിച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂട് വേണം. അപ്പോൾ പറഞ്ഞിട്ട് വന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ അതേപോലെ നമ്മളൊന്ന് ജീവിച്ച് നോക്കും. നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് നമ്മളായിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്പർ 1 കേട്ടോ. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി ആർക്കും നമുക്ക് സ്ഥാനം കൊടുക്കേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ കൂടുതൽ സന്തോഷമായിട്ടും സിമ്പിളായിട്ടും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് തന്നെ. ഇനിയിപ്പോൾ ഈ ഒരു ചപ്പാത്തി നന്നായിട്ട് വേവായതിൻ്റെ ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊക്കെ ഏത് സമയത്തും ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഴപ്പമില്ല. നമ്മൾ വീട്ടിൽ ആട്ടിയിട്ടെടുക്കണ വെളിച്ചെണ്ണയാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ലതാണ് അതാവുമ്പോൾ. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഞാൻ ഇനിയിപ്പോൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് പൊള്ളിച്ചിട്ടും നമ്മുടെ ഒരു ചപ്പാത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പൊറോട്ടയുടെ ലുക്കിലാണ് നമ്മുടെ ഒരു ചപ്പാത്തി ഇരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ബാക്കി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കണ്ട കേട്ടോ. ആദ്യം തന്നെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചപ്പാത്തി പൊള്ളിച്ച് കിട്ടാൻ കുറച്ച് പണിയുണ്ടാവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചപ്പാത്തി ചുട്ടെടുത്തതിൻ്റെ ശേഷം വെളിച്ചെണ്ണയുടെ ഇതൊക്കെ ഈ ഒരു ചട്ടിയിലുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഒന്ന് പൊള്ളിച്ച് വന്നില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ നന്നായിട്ട് പൊള്ളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിലും ഞാൻ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തി കഴിക്കുന്ന ടൈമിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇനി വെളിച്ചെണ്ണ വേണ്ട എന്നില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കും ചെയ്യുക. ചപ്പാത്തി മാത്രമായിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ചപ്പാത്തിയുടെ ടേസ്റ്റ് ഇല്ല വരിക, ഒരു പൊറോട്ടയുടെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നടുവിലൊക്കെ ചെറുതായിട്ട് കീറിയിട്ടുണ്ട്, കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു ചപ്പാത്തി ഇരിക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങ ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലേക്ക്. അപ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കേട്ടോ, അത്രയും മതി. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ഈ തേങ്ങാപ്പാൽ കിട്ടണം. എങ്കിൽ മാത്രമാണ് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ആ ഒരു ചപ്പാത്തി ആ ഒരു തേങ്ങാപ്പാൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് അരിയാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു പകുതി അരിഞ്ഞാൽ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് ഇതുപോലെ ആ ഒരു തേങ്ങാപ്പാൽ നമുക്കൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ മൊത്തത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ചപ്പാത്തി കഴിക്കുന്ന ഒരു സമയത്ത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു ചപ്പാത്തിയുടെ ലുക്കൊന്നും അല്ല ഇത്. ഇത് ഏകദേശം ഒരു പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റിലൊക്കെയാണിത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് ഇരിക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അതവർക്ക് മസ്റ്റാണ്. അപ്പോൾ ഇന്ന് എന്താണ് ഉമ്മച്ചി ഉണ്ടാക്കിയിരിക്കണത് എന്ന് ചോദിച്ചിട്ടാണ് അവർ സ്കൂൾ വിട്ട് വരുന്നത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്കും അതൊരു സന്തോഷമാണല്ലോ, നമുക്കും സന്തോഷമാണ്. ഇനിയിപ്പം എന്താ പറയുക, ഞാൻ ചപ്പാത്തി ഒന്ന് ഈ ഒരു കൊക്കനട്ട് മിൽക്കിൽ ഒന്ന് മുക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല കേട്ടോ.
അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ കഴിക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മളെ ഹെൽത്തിന് ദോഷം തന്നെ ചെയ്യും. നമുക്ക് തേങ്ങാപ്പാൽ മാത്രമായിട്ട് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിയും തേങ്ങാപ്പാൽ മാത്രമായിട്ട് കഴിക്കാം. അതിൽ പഞ്ചസാര ചേർക്കാണ്ട് കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ എന്നിങ്ങനെ കഴിക്കുന്നത് നല്ലതല്ലേ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു നല്ല മഴയുള്ള സമയത്ത് നല്ല സ്ട്രോങ് ചായയോട് കൂടി തന്നെ ഇതൊന്ന് കഴിക്കാം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചായ എന്താ പറയുക ഉണ്ടാക്കുന്നൊരു ടൈമിൽ ചായക്കും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചായക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പാലായിക്കോട്ടെ പാൽപ്പൊടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ടൈമിൽ ചായ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു 2-3-4 പ്രാവശ്യം ഞാൻ കാണിച്ചില്ല അതുപോലെ ചായ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇതുപോലെ അടിച്ചെടുത്തിട്ടുള്ള ചായ നിങ്ങളൊന്ന് കുടിച്ചു നോക്കൊണ്ടിട്ടാ, ഒരു സൂപ്പർ ടേസ്റ്റാണ് ആ ഒരു ചായ. അപ്പോൾ സൂപ്പർ മഴ കേട്ടോ, അടിപൊളി മഴ. കാരണം മഴ കാറ്റ് കൊണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് ചെരിഞ്ഞിട്ടാണ് മഴ പെയ്യുന്നത്. മഴ പെയ്യുന്നതിന് ചെരിഞ്ഞിട്ടാണ്, പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് എൻ്റെ ഈ ഒരു ഗിൽസിൻ്റെ ഉള്ളിൽ കൂടെ ഏകദേശം വെള്ളം ഇങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ കിച്ചണിലെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മഴയും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ചൂടോട് കൂടിയുള്ള ചായയും ചപ്പാത്തിയും കോക്കനട്ട് മിൽക്കൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഒരു അടിപൊളി വീഡിയോ ആയി കൊണ്ടുവരാം. ഓക്കെ, ബൈ.